യമനിൽ ആക്രമണവുമായി ഇസ്രായേൽ. തലസ്ഥാനമായ സനായിലെ വൈദ്യുതി നിലയം ഇസ്രായേൽ ആക്രമിച്ചു. സനയുടെ തെക്ക് ഭാഗത്തുള്ള ഹാഫിസ് പവർ സ്റ്റേഷനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. ആക്രമണം സ്റ്റേഷൻ്റെ ജനറേറ്ററുകളെ ബാധിച്ചു. പ്രദേശത്ത് വലിയ വൈദ്യുതി തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. വൈദ്യുത നിലയത്തിന് നേരെയുള്ള ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ നാവികസേനയാണെന്നാണ് റിപ്പോർട്ടുകൾ. യമൻ തലസ്ഥാനമായ സനയ്ക്കടുത്ത് ഹൂതി ഭരണകൂടം ഉപയോഗിക്കുന്ന വൈദ്യുത അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി IDF സ്ഥിരീകരിച്ചെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ നാവികസേനയാണ് ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേലിനും പൗരന്മാർക്കും നേരെ ഹൂതി ഭരണകൂടം നടത്തിയ ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ ആക്രമണങ്ങളെന്ന് IDF പറഞ്ഞു. ഇസ്രായേൽ ലക്ഷ്യമിട്ട് യമൻ സായുധ ഗ്രൂപ്പായ ഹൂതികൾ ശക്തമായ ആക്രമണം നടത്തുകയാണ്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഹൂതികൾ ശക്തമായ ആക്രമണം ഇസ്രായേലിന് നേരെ നടത്തുന്നത്. ഇസ്രായേൽ ലക്ഷ്യമിട്ട് ആക്രമണം തുടരുന്നതിന് പുറമെ ചെങ്കടലിലും ഇസ്രായേലുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തുന്നുണ്ട്. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുകയും ഗാസയ്ക്ക് മേലെയുള്ള ഉപരോധം പിൻവലിക്കുകയും ചെയ്യുന്നതുവരെ ആക്രമണം തുടരുമെന്ന് യമൻ സായുധ ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പവർ പ്ലാന്റിലുണ്ടായ സ്ഫോടനത്തിന് പിന്നാലെ പ്രതികരണവുമായി ഹൂതികളെത്തി. ആക്രമണം ഉണ്ടായതായി ഹൂതികൾ സ്ഥിരീകരിച്ചു. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള അൽ മസ്റ TV ആണ് പ്രതികരണം റിപ്പോർട്ട് ചെയ്തത്. 2023 നവംബറിലാണ് ഇറാൻ്റെ പിന്തുണയുള്ള ഹൂതികൾ ഇസ്രായേലിനെയും സമുദ്ര ഗതാഗതത്തെയും ആക്രമിക്കാൻ തുടങ്ങിയത്. ഇസ്രായേലും പതിവായി യമനിൽ ബോംബാക്രമണം നടത്തുന്നുണ്ട്. യമനിൽ ഹൂതികൾക്കെതിരെ US-ഉം UK-യും മുമ്പ് ആക്രമണം നടത്തിയിരുന്നു. മെയ് മാസത്തിൽ ഹൂതികളുമായി US ഒരു അപ്രതീക്ഷിത കരാർ പ്രഖ്യാപിച്ചു. കപ്പൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിന് പകരമായി ഹൂതികൾക്കെതിരായ ബോംബാക്രമണം നിർത്താൻ US സമ്മതിച്ചു. എന്നാൽ ഇസ്രായേലിനെതിരായ ആക്രമണങ്ങൾ നിർത്തുന്നത് കരാറിൽ ഉൾപ്പെടുന്നില്ലെന്നാണ് ഹൂതികൾ പ്രഖ്യാപിച്ചത്. US-നെതിരെയുള്ള ആക്രമണം നിർത്തിയപ്പോഴും ഹൂതികൾ ഇസ്രായേലിനെതിരെ ആക്രമണം തുടർന്നു. അടുത്തിടെ ചെങ്കടലിലും ഹൂതികൾ ആക്രമണം തുടങ്ങിയിരുന്നു. അതിനൊപ്പം ഇസ്രായേൽ ലക്ഷ്യമിട്ടും ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. അതിനിടെയാണ് യമനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇതിന് ഹൂതികൾ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് വിലയിരുത്തൽ.